ഡിയർ സ്റ്റുഡൻറ്റ്, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഭാഗമാണ്, അഥവാ നമ്മൾ ടാക്സാഷൻ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കുന്നത് എങ്ങനെ, എപ്പോഴോ എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഹെഡിങ് പറയുന്നത് ടാക്സ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്പെസിഫിക് ഡെറിവേറ്റീവ്സ് ഇൻ ഇന്ത്യയിലുള്ള നോക്കാം. നമുക്ക് ഏതൊക്കെ ഇന്ത്യയിലുള്ള ഡെറിവേറ്റീവ്സുകൾ നമ്മൾ പഠിച്ചു അല്ലേ. ഡെറിവേറ്റീവ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സുകൾ പ്രധാനമായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്സ്. നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതിനെ ഓരോന്നും എങ്ങനെ സെപ്പറേറ്റ്ലി ട്രീറ്റ് ചെയ്യാം, അഥവാ ആ ടാക്സ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തത് ഫോർവേഡാണ്. ഫോർവേഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫോർവേഡ് കോൺട്രാക്റ്റുകളിൽ എങ്ങനെ നമുക്ക് ടാക്സ് കൊടുക്കാം ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കാം. ഡെലിവറിക്ക് നമുക്ക് കാരണം ഇപ്പോൾ ഇതിൽ നോക്കാം. കോൺട്രാക്ട് വിച്ച് റിസൾട്ട് ഡെലിവറി ഡസ് നോട്ട് കം അണ്ടർ ഡെഫിനിഷൻ ഓഫ് എ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ അണ്ടർ ആക്ട് ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്നുണ്ട്. അഥവാ ഫോർവേഡ് കോൺട്രാക്റ്റുകൾ നമ്മുടെ ടാക്സ് നികുതിൻ്റെ ലോയിൻ്റെ കീഴിലുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇതിലുള്ള സ്പെക്കുലേറ്റീവിൻ്റെ ഡെഫിനിഷനിൽ ഇത് പറയുന്നില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്പെക്കുലേറ്റീവ് ഇല്ലാതെ കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ, അതാണ് വരുമാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അഥവാ സ്പെക്കുലേറ്റീവിൻ്റെ കാര്യത്തിൽ ഫോർവേഡ് കോൺട്രാക്റ്റ് ഉൾപ്പെടുന്നില്ല. പക്ഷേ ഫോർവേഡ് കോൺട്രാക്റ്റ് മാത്രം കൊണ്ട് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കൽ നിർബന്ധമാണ്. അത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നോൺ സ്പെക്കുലേറ്റീവ് ഇൻകമാണ് ഇതിൽ കൺസിഡർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. സോ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് എ നോൺ സ്പെക്കുലേറ്റീവ് ഇൻകമാണ് ഇതിൽ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സ്പെക്കുലേറ്റീവ് ഡെഫിനിഷനിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത അഥവാ സ്പെക്കുലേറ്റീവ് ഇൻകംസ് നമുക്ക് ഈ ഒരു ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അണ്ടറിൽ വരുന്നില്ല എന്നുള്ളതാണ്. നോൺ സ്പെക്കുലേറ്റീവ് ഇൻകംസുകളാണ് ഇതിൽ ഇൻക്ലൂഡ് ആവുന്നത്. അത്രയേ ഉള്ളൂ, അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ്, ഇത് നമ്മൾ യഥാർത്ഥത്തിൽ ദോസ് കോൺട്രാക്ട് വിച്ച് ആർ നോട്ട് സെറ്റിൽ ആക്ച്വൽ ഡെലിവറി എന്താണ് പറഞ്ഞിട്ടുള്ളത്? യഥാർത്ഥത്തിൽ അഥവാ ആക്ച്വൽ ഡെലിവറിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. ആക്ച്വൽ ഡെലിവറിയിൽ സെറ്റിൽമെൻറ്റ് ചെയ്യാത്ത, മനസ്സിലാക്കുക, ആക്ച്വൽ ഡെലിവറിയിൽ സെറ്റിൽമെൻറ്റ് ചെയ്യാത്ത ഫോർവേഡ് കരാറുകൾ 1961 ടാക്സ് ലോ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സെക്ഷൻ 43 സബ്സെക്ഷൻ 5 പ്രകാരം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്പെക്കുലേഷൻ്റെ ട്രാൻസാക്ഷൻസിൻ്റെ കീഴിൽ ആയിരിക്കും എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇന്നുള്ള കാര്യത്തിലാണെങ്കിൽ 2019 കാലഘട്ടത്തിലുള്ള ഇൻകം ടാക്സ് പ്രകാരമാണ് നോൺ സ്പെക്കുലേറ്റീവ് ഇൻകമാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ 1961 പ്രകാരം ഇൻകം ടാക്സ് പ്രകാരം അണ്ടർ സെക്ഷനൊക്കെ പറയുന്നുണ്ട്. 43 സബ്സെക്ഷൻ 5 പ്രകാരമുള്ള സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ്റെ ഡെഫിനിഷനിൽ അണ്ടറിൽ വരുന്നതാണ് സെറ്റിൽമെൻറ്റ് ചെയ്യാത്ത ഫോർവേഡ് കോൺട്രാക്റ്റുകൾ. ക്ലിയർ? അങ്ങനെയാണ് അത് ടാക്സ് ആയിട്ട് കടന്നത്. അതനുസരിച്ചാണ് നികുതി ചുമത്തപ്പെടുന്നത് എന്നുള്ളത്. നോൺ സെറ്റിൽമെൻ്റ് ആയിട്ടുള്ള ഫോർവേഡ് കോൺട്രാക്റ്റുകൾ അഥവാ ആക്ച്വൽ ഡെലിവറി നടത്താത്ത കോൺട്രാക്റ്റുകൾ 1961 ഇൻകം ടാക്സ് പ്രകാരം സ്പെക്കുലേഷൻ്റെ അണ്ടറിൽ നമ്മൾ തീർപ്പാക്കുന്നതാണ്. അല്ലെങ്കിൽ അതിൻ്റെ അണ്ടറിൽ വരുന്ന ടാക്സ് പേയബിൾ ആയിരിക്കും. അതിൽ വരുന്ന ലോ പ്രകാരമാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ് ഫ്യൂച്ചറാണ്. അപ്പോൾ ഫോർവേഡിലൊന്നുമില്ല. ഫോർവേഡിൽ ഇത്രയേ ഉള്ളൂ. നോൺ സ്പെക്കുലേറ്റീവ് ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്പെക്കുലേറ്റീവ് ഉണ്ടെങ്കിൽ അത് ഇതിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ആ സ്പെക്കുലേറ്റീവിൻ്റെ ട്രാൻസാക്ഷനിലെ IT ആക്ട് പ്രകാരം ഇത് അണ്ടറിൽ വരുന്നില്ല. ഇനി സെറ്റിൽമെൻറ്റ് ചെയ്യാത്തതാണെങ്കിൽ 1961 പ്രകാരം അണ്ടറിൽ വരുന്നുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ ഒരു 2 കാര്യം അവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ.
സംശയമൊന്നും വേണ്ട. നെക്സ്റ്റ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭാവിയിൽ അല്ലെങ്കിൽ നമുക്ക് നോ സ്പെസിഫിക് റൂൾസ് ഗവേണിംഗ് ടാക്സേഷൻ ഫ്യൂച്ചർ കോൺട്രാക്ട് ഇൻ ഇന്ത്യ. ഇതിനായിട്ട് പ്രത്യേകിച്ചൊരു സ്പെസിഫിക് റൂൾസുകളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക. ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഇന്ത്യൻ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ നികുതിയെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പ്രത്യേകമായിട്ടൊരു നിയമങ്ങളൊന്നുമില്ല. ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസുകളെ അതിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. പക്ഷേ കുറച്ച് ഇങ്ങനെ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളുടെ ഒരു ടാക്സാഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് അഭിപ്രായങ്ങൾ താഴെ പറയുന്നുണ്ട്. ഒന്നാമത്തെ നോക്കുക, ട്രേഡിംഗ് അക്കൗണ്ട് ടാക്സാഷൻ ഓഫ് എ പ്രോഫിറ്റ് ലോസ് എ ഫ്യൂച്ചർ കോൺട്രാക്ട് സോൾഡ് പർച്ചേസ് ഓഫ് എ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട്സുകൾ പർച്ചേസ് ചെയ്യുകയോ സെയിൽ ചെയ്യുകയോ ചെയ്ത് അഥവാ ട്രേഡിംഗ് അക്കൗണ്ടിൽ വിൽക്കുന്നതും വാങ്ങിയതുമായിട്ടുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളുടെ ലാഭം നഷ്ടം അതിൻ്റെ മുകളിൽ നികുതി കൊടുക്കുക കേട്ടോ. ഇതാണ് ഒന്നാമത്തെ ഒരു അഭിപ്രായം. അതിൻ്റെ മുകളിൽ നികുതി കൊടുക്കണം എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു ഒപ്പീനിയൻ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് അപ്പോൾ അതിൽ തന്നെ നമുക്ക് നോക്കാനുള്ളത് ഹെഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹെഡ്ജിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഗുഡ്സുകൾ കേട്ടോ, കമ്മോഡിറ്റീസുകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലോസ് ഓർ ഗെയിൻസ് അല്ലേ, അതിലേതാണോ വെച്ചാൽ അതൊക്കെ ഇതിൽ നോക്കുന്നുണ്ട്. അണ്ടർലൈൻ ട്രാൻസാക്ഷൻ ഇസ് എ നോ ഓൺ റവന്യൂ അക്കൗണ്ടിന് മുകളിൽ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസുകൾ അതിന് വേണ്ടിയിട്ട് ലോൺ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അഥവാ ട്രേഡിംഗ് അക്കൗണ്ട്സിൽ വാങ്ങുകയോ വിൽക്കുകയോ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റോ ഗെയിനോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ടാക്സാഷൻ. നെക്സ്റ്റ് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ഗെയിൻ ക്ലോസ്ഡ് ഔട്ടായിട്ടുള്ള അതായത് ലാഭനഷ്ടങ്ങൾ കൊടുക്കുമ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ അവസാനിക്കുമ്പോൾ കേട്ടോ. ഇവിടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വിൽക്കുക വാങ്ങുകയോ ചെയ്യുമ്പോഴാണല്ലോ. രണ്ടാമത്തെ പറഞ്ഞിട്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ക്ലോസ്ഡ് ഔട്ട് ആകുമ്പോൾ വരുന്ന പ്രോഫിറ്റ് ഓഫ് ലോസ്. നെക്സ്റ്റ് നോൺ റെസിഡൻറ്റ് ഇഷ്യൂസ് വരുമ്പോൾ കേട്ടോ, നമ്മുടെ എൻട്രിയിലല്ലാണ്ട് വരുന്ന ടാക്സുകൾ അതും ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ വൈസിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ ഇതിന് സ്പെസിഫിക് റൂളുകളൊന്നുമില്ല. കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം റൂളുകളൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകൾക്ക് ഒരു റൂളുകളൊന്നും ഇന്ത്യ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ കമൻറ്റ് ഓഫ് റിഗാർഡിംഗ് ടാക്സേഷൻ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ വാറണ്ട്, ക്യാപ്സ്, കോളേഴ്സ്, ഫ്ലോർ ആൻഡ് ബേസ്ഡ് ഓൺ അപ്പോൺ ആപ്ലിക്കേഷൻ ജനറൽ പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ബേസിൽ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. പക്ഷേ ഇതിലും കുറച്ച് അഭിപ്രായങ്ങൾ ജനറൽ പ്രിൻസിപ്പിൾസുകൾ പറയുന്നുണ്ട് കേട്ടോ. പ്രിൻസിപ്പിൾസ് അസസിബിലിറ്റി ആൻഡ് നോക്കാം. അക്സസിബിലിറ്റി അഥവാ പ്രീമിയത്തിൻ്റെ അക്സസിബിലിറ്റി, അതുപോലെ തന്നെ ഡ്യൂഡ്യൂസിബിലിറ്റി ഇതാണ് അവിടെ പറയുന്നത്. അപ്പോൾ പ്രീമിയം പേയ്മെൻറ്റുകളുടെ അക്സസിബിലിറ്റിയാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇക്വിറ്റി ഓപ്ഷൻസ് ആൻഡ് ഇക്വിറ്റി വാറണ്ട് ഇതൊക്കെ നമുക്ക് ഡിഡക്റ്റബിളായിട്ട് അക്രൂവൽ ബേസിസ് എന്തെങ്കിലും അക്രൂവൽ ബേസിസിൻ്റെ മുകളിൽ ആക്സസിബിളായിട്ട് അല്ലെങ്കിൽ ഡിഡക്റ്റബിളായിട്ട് വരുന്ന കുറച്ച് ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇക്വിറ്റി ഓപ്ഷൻസിനോ അല്ലെങ്കിൽ ഇക്വിറ്റി വാറണ്ടിനോ ഒക്കെ നമ്മൾ പ്രീമിയം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറക്കുക എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻസ് ഇതിൽ പ്രീമിയം സാധാരണയായിട്ട് അക്രൂവൽ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് വിലയിരുത്തുക, അസസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അസസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിനെ ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രീമിയംസുകൾ ജനറലായിട്ട് അസസബിൾ ആക്കുക അല്ലെങ്കിൽ ഡിഡക്റ്റബിൾ ആക്കുക എന്തിൻ്റെ മുകളിൽ ഓൺ അക്രൂവൽ ബേസിസ്. ഓക്കെ, ഡെറിവേറ്റീവ്സിൻ്റെ ആ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സുകളുടെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ
പറയുന്നുണ്ട്. പ്രീമിയം പെയ്ഡ്, റിസീവ്ഡ് ഓഫ് എ റിലേഷൻ, കമ്മോഡിറ്റി ഓഫ് എ ഓപ്ഷൻ കോൺട്രാക്റ്റ്, ഫോറിൻ കറൻസി ഓപ്ഷൻ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ക്യാബ്സ്, കോളേഴ്സ് ആൻഡ് ഫ്ലോസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ജനറൽ ഡിഡക്റ്റബിൾ ആക്കുക. അല്ലെങ്കിൽ എന്താണ് നമുക്ക് അക്രൂവൽ ബേസിസിൻ്റെ മുകളിൽ അസസബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ ചിലത് എന്താണ് കുറയ്ക്കേണ്ടി വരും. നമുക്ക് കുറയ്ക്കേണ്ടതായിട്ട് വരുന്നത് കുറയ്ക്കുക, അല്ലെങ്കിൽ അത് കണക്കിലെടുത്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതാണ് ആ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് രണ്ടാമത്തെ മാർക്കറ്റ് ടു മാർക്കറ്റ് ആണ് കേട്ടോ. ട്രീറ്റ്മെൻറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് എ മാർക്കറ്റ് ടു മാർക്കറ്റ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ അതിലും മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് ടു മാർക്കറ്റ് എന്ന് പറയുന്നത് ടാക്സബിളിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് നിയമങ്ങളാണ് കേട്ടോ. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അൺക്ലിയർ ആയിട്ടുള്ള കുറച്ച് ലോകളാണ് കേട്ടോ. ഈ ലോ ഈസ് എ അൺക്ലിയർ റിഗാർഡിങ് ടു ദ ആപ്ലിക്കേഷൻ ഓഫ് എ മാർക്കറ്റ് ടു മാർക്കറ്റ് ടാക്സാക്ഷൻ ആണ്. മാർക്കറ്റ് ടു മാർക്കറ്റ് ടാക്സാഷൻ്റെ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ലോസിൻ്റെ ഒരു അൺക്ലിയർ, അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ആ ഒരു ക്ലിയർനെസ് ഇല്ലാത്ത കുറച്ച് ലോകളെ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിരുന്നാലും ഹവർ മാർക്കറ്റ് ടു മാർക്കറ്റ് എന്ന് പറയുന്നതിൽ അതിൻ്റെ ടാക്സിൻ്റെ പ്രയോഗം കൂടുതലായിട്ട് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് മീൻസ് ഇതിൻ്റെ ഒരു എന്താ പറയുക കോൺസിക്വൻസസ് ഉണ്ടല്ലോ, മെത്തേഡ്സ്, ഇതിന് മോസ്റ്റ് അട്രാക്റ്റീവായിട്ട് മെത്തേഡ്സ്, കോൺസിക്വൻസസ്, ഗെയിൻ ഓർ ലോസ് ഓഫ് ഓപ്ഷൻസിൻ്റെയോ വാറൻ്റെയോ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെയോ സ്വാപ്സിൻ്റെയോ ഒക്കെ ഒരു കോൺസിക്വൻസസ് അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡ്, ഇതാണ് കൂടുതലായി അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാർക്കറ്റ് ടു മാർക്കറ്റ് ടാക്സാഷൻ എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിൽ ഈ ഓപ്ഷനും കോൺട്രാക്റ്റും അല്ലെങ്കിൽ ക്യാബ്സും കോളേഴ്സും ഒക്കെ നമ്മൾ അതിൽ ട്രേഡിങ് നടത്തുമ്പോൾ നമുക്ക് അൺക്ലിയർ ആയിട്ടുള്ള കുറച്ച് ലോകളുണ്ടാവും. അതിനെ നമ്മൾ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ മാർക്കറ്റ് ടു മാർക്കറ്റ് ട്രാൻസാക്ഷനിൽ വരുന്ന കുറച്ച് റൂൾസുകൾ ഇതിനെ നമ്മൾ ഈ ഒരു ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന കോമൺ ആയിട്ട് ജനറലായിട്ട് കൊടുക്കുന്ന റെക്കഗ്നൈസ്ഡ് ആയിട്ട് കൊടുക്കുന്ന കുറച്ച് പ്രിൻസിപ്പിൾസുകൾ ആണ് അവിടെ ഫോളോ ചെയ്യേണ്ടത്. അല്ലാണ്ട് അവിടെ കുറച്ച് അൺക്ലിയർ ആയിട്ട് കൊടുക്കുന്ന കുറച്ച് നിയമങ്ങളുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത് ഒഴിവാക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഒന്നുകൂടെ പറയണം, മീൻസ് അപ്ലിക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ടു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അൺക്ലിയർ ആയിട്ടുള്ള ലോകളാണ്. അത് നമ്മുടെ ടാക്സേഷന് മാർക്കറ്റ് ടു മാർക്കറ്റിൽ കൊടുക്കുന്ന ട്രാൻസാക്ഷൻസിൻ്റെ പ്രൊവിഷൻസുകളോ ലോകളോ അൺക്ലിയർ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ അൺക്ലിയർ ആയിട്ടുള്ളതിനെ നമ്മൾ കൂടുതലായിട്ട് ഒഴിവാക്കുക, എന്നിട്ട് മോസ്റ്റ് ഓഫ് അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരിക കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് റീഫണ്ടബിളാണ് കേട്ടോ. ട്രീറ്റ്മെൻറ്റ് ഓഫ് എ റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് ഓഫ് എ മാർജിൻ. നമുക്ക് റീഫണ്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരിക. അതുപോലെ മാർജിൻ റിക്വയർമെൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ അതിനെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുവരിക. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഫോർവേഡിനെ അല്ലെങ്കിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളെ നമുക്ക് കൂടുതലായിട്ട് റിസ്ക് ഇല്ലാതെ സേഫായിട്ട് നിർത്തി പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് നോൺ റെസിഡൻറ്റ് ഇഷ്യൂസാണ്. ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സുകളെ ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സുകളെ ഇതിന് ഇൻട്രസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് പ്രോഫിറ്റായിട്ടോ ഇതിനെ കണക്കാക്കുന്നില്ല എന്നും കൂടെ മനസ്സിലാക്കാം. വിത്ത് ഹോൾഡിംഗ് ടാക്സാഷൻ അപ്ലൈ ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് എ ആട്രിബ്യൂട്ടർ ഇൻ എ ട്രീറ്റി കൺട്രീസ്. ഓരോ കൺട്രിക്ക് അനുസരിച്ചിട്ടുള്ള നിയമങ്ങൾക്ക് ആണ് ഇത് വിധേയമാകുന്നതും കൂടെ മനസ്സിലാക്കുക. നെക്സ്റ്റ് സ്വാപ്സ് ആണ്. സ്വാപ്സ് എന്ന് പറയുന്നത് സ്വാപ്സ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വാപ്സിൻ്റെ കേസിൽ ടാക്സാഷൻ എന്ന് പറയുന്നത് വെരി മച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. വൺ ഓഫ് ദ ക്യാരക്ടറൈസേഷൻ ഓഫ് എ സെറ്റിൽമെൻറ്റ് ഓഫ് എമൗണ്ട്. അതാണ് കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു സെറ്റിൽ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, അത് വെരി ഡിഫിക്കൽട്ടി പ്രോസസ്സാണ്. ബിസിനസ് ഇൻകമാണോ ഇൻട്രസ്റ്റ് ഇൻകമാണോ അതർ ഇൻകത്തിൽ നിന്ന് കിട്ടിയതാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഇല്ലാത്തൊരവസ്ഥ വരുന്നുണ്ട് ഈ സ്വാപ്സിൽ.
നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള റെസിപ്പിയൻറ്റുമാർക്ക് അതർ ഇൻകത്തിൽ നിന്ന് കിട്ടുക, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം ആണോ അതർ ഇൻകം ആണോ എന്ന് നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്തിയിട്ടാണ് അത് ചെയ്യേണ്ടത്. അതാണ് അത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഇതൊന്ന് വായിച്ചു നോക്കട്ടെ നിങ്ങൾ. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് തീർന്ന് നമ്മുടെ എല്ലാ ഭാഗങ്ങളും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നോക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ, ആ ഒരു ടേബിൾ നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ കൊണ്ടുപോകണം. മിക്കവാറും തരാറുണ്ട്, ക്വസ്റ്റ്യനിൽ തരാറുണ്ട്. അപ്പോൾ എന്നാലും ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഈ ട്രീറ്റ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഫോർവേഡ് ഫ്യൂച്ചറും സ്റ്റാർസും ട്രീറ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾ നന്നായിട്ട് വായിക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഈ ഒരു സബ്ജക്റ്റിൽ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് കീ ഇഷ്യൂസുകളുണ്ട്, അതുപോലെ ഈ ഒരു ട്രീറ്റ്മെൻറ്റും ആണ് കേട്ടോ. അത് നിങ്ങൾ നന്നായിട്ട് വായിക്കണം, എന്നിട്ട് എക്സാമിന് തയ്യാറെടുക്കുക. ഓക്കെ.